ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഗോൾഡ് കോസ്റ്റിലാണ് നടക്കാനായിരിക്കുന്നത്. ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചപ്പോൾ 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയും 3ാം മത്സരത്തിൽ വിജയിച്ച ടീം ഇന്ത്യയും ഒപ്പത്തിനൊപ്പം എത്തിയിരുന്നു. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 1:45 ഇന്ന് മത്സരം നടക്കാനായിരിക്കുന്നത്. പരമ്പരയിൽ മുന്നിലെത്താനായി ഇന്ത്യ ഇറങ്ങുമ്പോൾ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ശ്രദ്ധാകേന്ദ്രം. ഗിൽ വന്നതോടുകൂടി സഞ്ജു സാംസണ് ആദ്യം ഓപ്പണിംഗിലെ അവസരവും പിന്നാലെ 11ലെ സ്ഥാനവും നഷ്ടമായിരുന്നു. ഗില്ലിന് 3 കളികളിൽ നിന്ന് നേടാനായത് 57 റൺസ് മാത്രമാണ്. വൈസ് ക്യാപ്റ്റൻസി റോൾ കയ്യിൽ ഭദ്രമായതിനാൽ തന്നെ അദ്ദേഹം പ്ലേയിങ് 11ൽ തുടരും. അഭിഷേക് ശർമ്മയുടെ തുടക്കം ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കണ്ടത്. സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അക്സർ പട്ടേൽ എന്നിവർക്കൊപ്പം വാഷിംഗ്ടൺ സുന്ദർ കൂടി ബാറ്റിംഗിനെത്തുമ്പോൾ വിക്കറ്റ് കീപ്പർ റോളിൽ ജിതേഷ് ശർമ്മ തന്നെയായിരിക്കും ഇന്ത്യൻ 11ൽ തുടരുന്നത്. സഞ്ജു ഇന്നും പ്ലേയിങ് 11ൽ നിന്ന് പുറത്താണെന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ ശിവം ദുബൈക്ക് പകരം നിതീഷ് കുമാർ റെഡ്ഡി ടീമിലെത്താനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. ഹർഷദീപ് സിംഗ് തിരിച്ചെത്തിയതോടുകൂടി ബോളിംഗ് നിര സന്തുലിതമായിട്ടുണ്ട്. ട്രാവിസ് ഹെഡിനും ഷോൺ ആബോട്ടിനും വിശ്രാമം നൽകിയതോടുകൂടി ഓസീസ് ടീമിൽ 2 മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. മാറ്റ് ഷോട്ടും ഗ്ലെൻ മാക്സ്വെലും പ്ലേയിങ് 11ലേക്ക് മടങ്ങിയെത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.